ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് വരെ നമ്മൾ നിർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി മൂലം ചന്ദ്ര സത്യാവസ്ഥകളെല്ലാം തന്നെ അറിയാനുള്ള, അതായത് തൻ്റെ ബാഗ് മോഷ്ടിച്ചത് ശരത്താണെന്നുള്ള കാര്യം ആ ഒരു വീഡിയോ മുഖേന ചന്ദ്ര അറിയുകയും ചന്ദ്ര നേരെ വീട്ടിലേക്കായിട്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് വീട്ടിൽ നമ്മുടെ രേവതിയും ദേവും ലക്ഷ്മിയും ഉണ്ടാവും. മാത്രമല്ല ശരത്ത് സച്ചിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഫോണിലിടാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നേരെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം വരുന്ന വഴിക്ക് തന്നെ ആൻ്റണി മുഖേന താൻ ചന്ദ്രയുടെ ബാഗ് മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നുള്ള സത്യാവസ്ഥ നമ്മുടെ ശരത്തിനറിയാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ചന്ദ്ര ഇങ്ങോട്ടേക്ക് പൊട്ടിപ്പുറപ്പെട്ട് വരുമെന്നും മാത്രമല്ല ഒരു പക്ഷേ തന്നെ തേടി പോലീസുകാർ തന്നെ ഇവിടെ എത്തിയേക്കാമെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയും ശരത്ത് ആകെ ടെൻഷനിലാണ് കേട്ടോ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ശരത്ത് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ആ ഒരു സമയം തന്നെ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ രേവതിയും ലക്ഷ്മിയും ദേവുവും എല്ലാം തന്നെ ചന്ദ്രയോട് കാര്യം തിരക്കുന്ന സമയത്ത് നിൻ്റെ മോൻ എന്തേടി, അവനെ എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം ശരത്തിൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് വരികയും ശരത്തിനെ പൊതിരെ തല്ലുണ്ട്. കർണത്തിന് നോക്കി തന്നെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി ചന്ദ്രയുടെ കൈ തടുത്തതിന് ശേഷം അമ്മ എന്ത് ചെയ്താലും ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന് വിചാരിക്കില്ല, എന്തിനാ എൻ്റെ അനിയനെ തല്ലുന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് എന്തിനാ തല്ലുന്നത് നിനക്ക് അറിയണമല്ലേ, ശ്രുതി ആ വീഡിയോ നീ കാണിച്ചു കൊടുക്കുകയെന്ന് പറയുകയും ശ്രുതി ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രേവതിക്കും ദേവുവിനും ലക്ഷ്മിക്കും അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചന്ദ്രയാകട്ടെ ഇവൻ ഇങ്ങനെ തല്ലിയാൽ പോരാ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കാലിലെ ചെരുപ്പ് ഒരു തന്നെ ശരത്തിൻ്റെ കരണം നോക്കി തല്ലുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയും ലക്ഷ്മിയൊക്കെ ആകെ വെന്തുരുകുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിലും ശരത്തിനെ തല്ലുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ രേവതിയും ദേവും എല്ലാം തന്നെ ശരത്തിനെ വഴക്ക് പറയുന്നുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നീ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങി, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട്. തനിക്ക് പറ്റിപ്പോയതാണെന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും തന്നെ കാര്യമാക്കാതെ നീ ചെയ്ത തെറ്റിന് നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുന്ന നിന്നെയും കൊണ്ട് ഞാൻ പോവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ശരത്തിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചതിന് ശേഷം വലിച്ചിറക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. ശരത്താണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദേവും രേവതിയും കൂടെ കൂടിയിട്ട് ശരത്തിനെ വട്ടയിട്ട് പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അമ്മയെ കൊണ്ടുപോവില്ല, അമ്മ ക്ഷമിച്ച് വിട്ടുകള, എൻ്റെ അനിയനെ കൊണ്ടുപോവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പൊട്ടി കരയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ കേൾക്കാതെ തന്നെ ചന്ദ്ര തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ അവിടെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ശ്രുതി ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ചന്ദ്രയേക്കാൾ കൂടുതൽ വെറുപ്പ് നമുക്ക് തോന്നുന്നത് ശ്രുതിയോട് തന്നെയാണ്. അതേ രീതിക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ശ്രുതി ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ശ്രുതിക്ക് ഒരു ലക്ഷ്യം മാത്രമുള്ളൂ, തൻ്റെ ജീവിതം സേഫ് ആക്കുക. അതിന് വേണ്ടിയിട്ട് ആരെ വെണ്ണീറാക്കിയാലും കുഴപ്പമില്ല, അങ്ങനെ വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേവതിയും. അങ്ങനെ ചന്ദ്ര ഇവരുടെ കണ്ണുനീര് പോലും കാണാതെ ശരത്തിനെ വലിച്ചു പിടിച്ചു പോകുന്ന സമയത്താണ് ആ വീടിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ വെച്ച് അതിക്രമമൊന്നും പാടില്ല, ഞങ്ങളോട് വിടാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് കേട്ട് ചന്ദ്ര പിടിവിടുന്നുണ്ട്. അതിന് ശേഷം നിന്നെ ഇപ്പം ഞാൻ വെറുതെ, പക്ഷേ ഞാൻ ഇവിടെ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ്, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിന് വേണ്ടിയുള്ള താക്കീത് നൽകിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ലക്ഷ്മിയും രേവതിയൊക്കെ തന്നെ ശരത്തിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിൻ്റേതായ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. ആരും തന്നെ മിസ് ചെയ്യാതെ കാണുക. എന്തായാലും സത്യാവസ്ഥകളെല്ലാം, അതായത് ശ്രുതിയാണ് ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ എന്നുള്ള സത്യം നമ്മുടെ സച്ചി അറിയുക തന്നെ ചെയ്യും. അതിൻ്റേതായ വീഡിയോയും ഇതിൻ്റെ പിന്നാലെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും അതുകൊണ്ട് തന്നെ മിസ് ചെയ്ത് എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.